കിതാബുകൾ ലോകത്തിലേക്ക് സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ആണ്. ബൈഹഖി ഇമാമിന്റെ പരിചയമില്ലാത്ത ഒരു വഹാബി ഉണ്ടാവില്ലല്ലോ. ആ ഇമാം ബൈഹഖി എപ്പോഴാ ജനിക്കുന്നത് അറിയോ? 384 വഫാത്തോ 458. ഏകദേശം 1000 കൊല്ലങ്ങൾ കഴിഞ്ഞു. ആ ഇമാം ബൈഹഖിയുടെ സ്വന്തം കിതാബാണ് ശുഅബുൽ ഈമാൻ. ശുഅബുൽ ഈമാൻ. ആ കിതാബിൽ കേട്ടോ, അതിന്റെ 1517 നമ്പർ പേജിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കാൻ പറയുന്നു. ഹജ്ജ അറാബിൻ ഫലമ്മാ ജാ ഇലാ ബാബി മസ്ജിദ് റസൂലില്ലാ. ഒരു അറാബി ഹജ്ജ് ചെയ്ത് നബി തങ്ങളെ ഖബറിനടുത്ത് വന്നപ്പോ അനാഖ റാഹിലതഹു ഫഅഖലഹാ, അവിടെ വാഹനം നിർത്തി കെട്ടിയിട്ടിട്ട് സുമ്മ ദഖൽ മസ്ജിദ, അതേ മദീനത്തെ പള്ളിയിൽ വന്നു. ഹത്താ അതൽ ഖബറ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ വന്നു. വഖഫ ബിഹിദായി വജ്ഹി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിനടുത്ത് വന്നിട്ട് അവിടുന്ന് പറയുന്നു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി തങ്ങൾക്ക് സലാം പറഞ്ഞു. സുമ്മ സല്ലമ അലാ പിന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറഞ്ഞു. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സലാം പറഞ്ഞു. പിന്നെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് മുന്നിട്ടു. എന്നിട്ട് പറഞ്ഞു ഫഖാല ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഓ നബിയേ, എന്റെ വാപ്പയും എന്റെ ഉമ്മയും അങ്ങേക്ക് തണ്ടമാണ് നബിയേ. ജീതുക, അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട് നബിയേ. മുസഖലം ബിദുനൂബ്, ധാരാളം കുറ്റം ചെയ്തവനാണ് ഞാൻ. വൽ ഖതായ, അതേ ധാരാളം തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ച ആളാണ്. അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വന്നത് മുസ്തശ്ഫിയം ബിക അലാ റബ്ബിക, അങ്ങയോട് ശഫാഅത്ത് തേടിയിട്ടാണ് തങ്ങളെ ഞാൻ തങ്ങളുടെ അടുത്തേക്ക് വന്നത്. ലിഅന്നഹു ഖാല ഫീ മുഹ്കമി കിതാബിഹി, കാരണം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വലു അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നബിയേ. വഖദ് ജീതുക ബി അബി അൻത വ ഉമ്മി മുസഖലൻ ബിദ്ദുനൂബി വൽ ഖതായ, ഒരുപാട് തെറ്റ് ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നബിയേ. അസ്തശ്ഫിയു ബിക, തങ്ങളോട് ഞാൻ ശഫാഅത്ത് തേടുന്നു നബിയേ. വഫാത്തായ നബിയോടാ ചോദിക്കുന്നത്, നബിയുടെ ഖബറിനടുത്ത് വന്നിട്ടാ ചോദിക്കുന്നത്. നബിയെ വിളിച്ച് ശഫാഅത്തിനെ തേടുന്നു. വഫാത്തായ നബിയെ വിളിക്കുന്നു, നബിയോട് കാര്യങ്ങൾ പറയുന്നു. വഫാത്തായി പോയവരോട് കാര്യങ്ങൾ പറയുന്നത് അവർക്ക് ആരാധനയാണ്, ഇബാദത്താണ്. ശിർക്കാണെങ്കിൽ മൗലവിമാരെ, ഇമാമിങ്ങൾക്കൊന്നും അത് അറിയില്ലേ? അവർക്കൊന്നും കിതാബ് അറിയില്ലേ? അവർക്ക് ഖുർആൻ അറിയില്ലേ? ഹദീസുകൾ അറിയില്ലേ? അല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഈ ഇമാമിങ്ങളൊക്കെ കിതാബിൽ ശിർക്ക് പഠിപ്പിച്ചിട്ട് ചതിച്ചതാണോ? അതുകൊണ്ട് മൗലവിമാരോട് ഞാൻ ഒരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളന്മാരായ നിങ്ങളെ പിന്നിൽ നിൽക്കാനുള്ളവരല്ല ഈ മുസ്ലിമീങ്ങൾ. ചതിയന്മാരാകുന്ന നിങ്ങളെ പിന്നിൽ നിൽക്കാനുള്ളവരല്ല. വിവരം കെട്ട ജാഹിലുകളാകുന്ന നിങ്ങളെ നോക്കേണ്ടവരല്ല. ഇമാമിങ്ങൾ കിതാബിൽ എന്താണോ പഠിപ്പിച്ചത്, അവർ എന്താണോ നമുക്ക് പറിച്ചു തന്നത്, അതിനെ നോക്കി ജീവിക്കാനുള്ളവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ ഇമാമിങ്ങളെ പക്ഷത്ത് നിൽക്കുന്നവരാണ്, അവരെ പാത പിന്തുടരുന്നവരാണ്. ജാഹിലുകളായ നിങ്ങൾ എന്തു പറഞ്ഞു എന്ന് നോക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് റബ്ബ് തന്നിട്ടില്ല. ഞങ്ങൾ അല്ലാഹ് തന്ന ബുദ്ധിനെ പണയം വെക്കുന്നവരല്ല. അതുകൊണ്ട് സാധുക്കളായ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ ഇമാമിങ്ങളൊക്കെ കിതാബിൽ പഠിപ്പിച്ചത് മാത്രമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. മൗലവിമാര് പറയും ഈ മുസ്ലിയാക്കന്മാരൊക്കെ ജനങ്ങളെ ചതിക്കുകയാണ്, കളവ് പറയുന്നവരാണ്, വയർന്നോർക്കുന്നവരാണ്, പൈസ ഉണ്ടാക്കുന്നവരാണ്, എന്തൊക്കെ തൊള്ളയിൽ വരുന്നോ അതൊക്കെ പറയും. ഇന്നലെ ഞാനിപ്പോ 2-3 പ്രാവശ്യമായി വഹാബികളും കണ്ണിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ഒരു ചങ്ങായി